Glory, 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 glory. Hallelujah, 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 hallelujah. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു പകൽക്കാലം കൂടെ പ്രാർത്ഥനയോടെ ഈ സന്ധ്യയാമത്തിൽ പ്രാർത്ഥനയോടെ തിരുവചനവുമായി കടന്നു വരുവാൻ വലിയവനാകുന്ന കർത്താവ് കൃപയാൽ ഇടയാക്കി തീർത്തു. ആമേൻ. ഹല്ലേലൂയ. മഹനൈം വർഷിപ്പ് സെന്ററിന്റെ ആമേൻ ഈ പ്ലാറ്റ്ഫോമിലൂടെ ദൈവവചനം സംസാരിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. ആമേൻ. പകൽക്കാലവും അനവധി വിഷയങ്ങളുമായി ദൈവമക്കളോട് ചേർന്നിരിപ്പാൻ ഇടയായി. കർത്താവിന്റെ മാറാത്ത കൃപ ദയ കരുണ കാവലെല്ലാം ഉണ്ടാകട്ടെ. അടുത്ത ആഴ്ച മുതൽ ഒരു പ്രത്യേകമായ പ്രാർത്ഥന ബുധനാഴ്ച തോറും നടന്നുകൊണ്ടിരുന്ന ഒരു പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥനയാണ്. അനേക ജീവിതങ്ങൾ കടന്നു വന്ന് പങ്കുചേർന്ന് ആമേൻ സന്തോഷത്തോടെ വലിയ വിടുതലുകൾ അനുഭവിച്ച് കടന്നുപോയ സ്ഥാനത്ത് കോവിഡിനോട് അനുബന്ധിച്ചത് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിടുവാൻ ഇടയായിത്തീർന്നെങ്കിലും തുടർന്ന് അനേക ദൈവമക്കളും ദൈവദാസന്മാരും മുൻപോട്ട് വന്ന് അത് ഇത്രയും വേഗം തുടങ്ങണം, ഞങ്ങളെല്ലാം കടന്നു വരാൻ സമ്മതിക്കാം ആമേൻ എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അതിനുള്ളതായ താല്പര്യത്തോടെ വന്നപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു വന്നപ്പോൾ അത് സമ്മതിക്കാനിടയായി. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ച മുതൽ അതിൻ്റെതായ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയും അനേക ജീവിതങ്ങളുടെ വിഷയങ്ങൾ അത് ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവമക്കൾ വിളിച്ച് ആവശ്യങ്ങളെ അറിയിച്ചോ പ്രാർത്ഥിപ്പിച്ചോ അതെല്ലാം ഓർത്ത് വീണ്ടും പ്രാർത്ഥിക്കുകയും അവരുടേതായ വിഷയങ്ങൾക്ക് മറുപടിക്ക് വേണ്ടി ദൈവമക്കളുമായി ചേർന്ന് മുട്ടുമടക്കുവാൻ കർത്താവ് കൃപയാൽ ഇടയാക്കി തീർക്കും. ഇതിനൊന്നും ആരോടും പ്രതിഫലമൊന്നും ചോദിക്കുന്നതല്ല. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും തരാൻ മനസ്സ് കാണിച്ചാൽ അതിന് ഞാൻ നിരസിക്കാറുമില്ല. അതിന് ദൈവത്തിന്റെ സ്തോത്രം. എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ അതെല്ലാം സാധിക്കും. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. ഫോൺ പേ ആണെങ്കിലും ഗൂഗിൾ പേ ആണെങ്കിലും എല്ലാം അതിലൂടെ ഉണ്ട്. മാത്രമല്ല ആ ഫോൺ നമ്പറിലൂടെ 24 മണിക്കൂർ നിങ്ങൾക്ക് വിളിക്കാം. ഏത് വിഷയമായിരുന്നാലും അതറിയിക്കാം. അതിനെല്ലാം ആ സമയം തന്നെ അവൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കും. തിരക്കിലാണെങ്കിൽ, ഇതേപോലെ ഒരു പ്രാർത്ഥനാ സംബന്ധമായ കാര്യത്തിലാണെങ്കിൽ അഥവാ എടുത്തില്ലെങ്കിലും തിരിച്ച് ആ നമ്പർ നോക്കി അതിൽ വിളിച്ച് ഹല്ലേലൂയ നിങ്ങളോട് ക്ഷേമങ്ങൾ അന്വേഷിച്ച ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നുള്ള നിശ്ചയമായിട്ട് ഉറപ്പു തരുന്നു. അല്ലെങ്കിൽ വാട്സാപ്പിൽ വിളിച്ചാലും ആ നമ്പറിൽ തന്നെ വാട്സാപ്പ് ഉണ്ട്, അതിലും നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ വിഷയങ്ങളുമായി പങ്കുവച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഇടയാക്കി തീർക്കട്ടെ. ആമേൻ. എല്ലാത്തിനും മറുപടി തരുന്നൊരു ദൈവത്തിനെയാണ് ഉയർത്തുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സന്ധ്യയുടെ നാമത്തിൽ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവത്തിന്റെ ഭക്തർക്കും ക്രിസ്തുയേശുവിൽ വന്ദനം പറയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അനേക കാതുകൾക്ക് ഇമ്പം പകരുകയും അനേക ഹൃദയങ്ങൾക്ക് ആനന്ദമുളവാക്കുകയും ചെയ്യുന്ന അനുഭവത്തിലേക്ക് ഇത് നടത്തപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മക്കളെ, ഓരോ ദിവസവും കർത്താവ് നടത്തുന്ന വഴികളെയും കൃപകളെയും ഓർത്ത് ദൈവത്തെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. ഈ രാത്രിക്കാലം ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുക്കാൻ ഇടയാക്കി തീർത്ത ദൈവത്തിന്റെ വചനം റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യമാണ്. ഇത് കർത്താവ് ഇങ്ങനെ ആമേൻ തരുന്ന ഓരോ വാക്യങ്ങൾ ദൈവത്തിന്റെ സ്തോത്രം ആ സമയം അത് പലയാവർത്തി വായിച്ച് അതിൽ നിന്ന ചിന്തകളുമായിട്ടാണ് ഈ കടന്നു വരുന്നത്. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അതിലൂടെ കർത്താവ് എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് അവർക്ക് വേണ്ടി വാതിലുകളും
വഴികളും തുറന്നു കൊടുക്കേണ്ടതിന് ദൈവത്തിന്റെ തിരുസന പ്രാർത്ഥനയോടെ കടന്നു വരുന്ന കർത്താവ് കൃപ കൂടിയിരിക്കട്ടെ. ആ വാക്യം വായിക്കുന്നു: ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നു. ഒരിക്കൽ കൂടെ ആ വാക്യം വായിക്കാം: നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ ഹോമി, നന്ദിയോടെ സ്തോത്രം. ഈ പുതുരാത്രിയുടെ യാമത്തിൽ ഒരു വചനം വായിച്ച് തിരുസനം നിൽക്കുന്നു. അല്പസമയം ഈ വചനവുമായി നിൽക്കുമ്പോൾ കർത്താവേ ഹൃദ്യമായി തൻ്റെ ഭക്തരോട് ഇടപെട്ടുകൊണ്ടിരിക്കണം. അവരുടെ ഉള്ളങ്ങൾക്ക് കാതുകൾക്കും എല്ലാം അനുഗ്രഹമായി തീരണം. ഏതെങ്കിലും ജീവിതങ്ങൾ പിന്മാറ്റക്കാരായി പോയിട്ടുണ്ടെങ്കിൽ, ലോകത്തിന് വേണ്ടി അനുരൂപരായിട്ട് ഓടിയിട്ടുണ്ടെങ്കിൽ, ലോകത്തിൻ്റെ മോഹങ്ങളിൽ മനസ്സൂന്നിട്ടുണ്ടെങ്കിൽ, അവരുടെ ചിന്തകൾ ആ വിധത്തിലായിട്ടുണ്ടെങ്കിൽ, ഇന്ന് 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 ഒരു മടങ്ങിവരവിൻ്റെ ദിവസമാക്കി മാറ്റി ഒരു സന്തോഷത്തിൻ്റെ അനുഭവം അവർ കൊടുക്കണമേ. അത് മുഖാന്തരം ഏതെങ്കിലും ജീവിതങ്ങൾ ക്ഷീണിതരോ ക്ലേശം അനുഭവിക്കുന്നവരോ ഭാരമായി തീർന്നിരിക്കുന്നവരോ ഉണ്ടെങ്കിൽ കർത്താവ് അവരെല്ലാം അവിടുന്ന് വിടുവിച്ച് സമാധാനം നൽകി മാനിക്കുവാനും എൻ്റെ പ്രിയന്റെ കരുത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യഹോവയാം ദൈവമേ, നെറ്റ് സംവിധാനത്തിനോ ഇലക്ട്രിസിറ്റി സംബന്ധിച്ചോ ദോഷമൊന്നും വരുത്താത്ത കർത്താവ് കാക്കണം. ചില ജീവിതങ്ങൾക്കെങ്കിലും അനുഗ്രഹത്തിന് വഴിതെളിക്കേണ്ടതിനായി പ്രാർത്ഥനയോടെ കർത്താവെ കടന്നു വരുന്നു. അവിടുത്തെ കൃപ ധാരാളമായി പകരണമേ. കരം കൂടിയിരിക്കണം, ബലം നൽകി മാനിക്കണം, ശക്തിയോടെ നിർത്തണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇതിലെ 1-ാം വാക്യത്തെ ആസ്പദമാക്കി ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതുപോലെ തിരുവചനവുമായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഏത് വാക്യമായിരുന്നാലും ഏത് സന്ദർഭത്തിലും അത് ഘോഷിക്കുമ്പോൾ ഒരു ജീവിതമെങ്കിലും അത് മുഖാന്തരം രക്ഷയിലേക്ക് കടന്നു വരുവാൻ കാരണമായി തീരും എന്ന് നിശ്ചയമായിട്ടും അത് അറിയാം. അതേപോലെ തന്നെ ചില ജീവിതങ്ങൾ, ചില വിഷയങ്ങളുടെ വേദനിക്കുന്നവർ, അവരുടെ വേദനകൾക്ക് അറുതി വരുവാൻ, ചില രോഗികൾക്ക് സൗഖ്യം വരുവാൻ, ചില കെട്ടുകളും ശക്തികളും വഴിഞ്ഞു മാറുവാനെല്ലാം അത് കാരണമായി തീരും എന്നുള്ള വസ്തുത ഇന്ന് ഈ സമയത്തെ ഓർപ്പിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ഇതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥന കഴിഞ്ഞ് കിടക്കുമ്പോൾ ചില കാഴ്ചകൾ കണ്ടത് ഒരു സ്ഥാനത്ത് ചെന്നപ്പോൾ അതേ ദൈവവചനം തന്നെ ഘോഷിക്കുന്നതായിട്ട് കാണുവാൻ കർത്താവ് കൃപ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവിൻ്റെ പദ്ധതി എത്ര മനോഹരമാണ്, എത്ര നിശ്ചയമാണ്, എത്ര സത്യമാണ്, എത്ര ശക്തിയാണ്. ആമേൻ. പ്രഭാതത്തിൽ കണ്ട് ആമേൻ യാത്ര ചെയ്ത്, വളരെ യാത്ര ചെയ്ത് ചില ദേവദാസന്മാരുമായി കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ അതേ ആ വചനത്തെ ആസ്പദമാക്കി തന്നെ സംഭാഷിക്കുന്നത് കേട്ട് ആമേൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീർന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ആമേൻ. ഹല്ലേലൂയ. ഈ കാലഘട്ടമെല്ലാം അനേക ദൈവത്തിൻ്റെ മക്കൾ ഈ ലോകത്തിന് അനുരൂപരായി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പലർക്കും ജീവിതത്തിൽ ഭീതി നിറയുന്നൊരു അനുഭവം. ആമേൻ. ഇന്ന് പലരോടും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അനേകര് പറഞ്ഞൊരു കാര്യമുണ്ട്. 15 വയസ്സ് മുതൽ ഒരു 37-40 വയസ്സിനിടയിലുള്ള എത്രയോ ജീവിതങ്ങളാണ് പെട്ടെന്ന് ക്ഷണത്തിൽ ആമേൻ ഹാർട്ട് സംബന്ധമായ രോഗമുണ്ടായി. ചിലര് ആമേൻ ഹൃദയാഘാതം നിമിത്തം, ചിലര് കുഴഞ്ഞു വീണ് എന്ന് വേണ്ട, അങ്ങനെയെല്ലാം വളരെ ജീവിതങ്ങൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഈ സംഭവിക്കുന്നത് ആമേൻ എന്ന് ചോർത്തിച്ചുകൊണ്ട് ഭാരപ്പെടുന്നതായി കാണുവാനിടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മറ്റൊരാൾ പറഞ്ഞ് 2 മാസത്തിന് മുമ്പ് എനിക്ക് ആമേൻ ഹൃദയത്തിനൊരു ബ്ലോക്ക് ഉണ്ടായി. ഞാനത് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ചു. ആകെപ്പാട് ക്ഷീണിച്ച് തളർന്നൊരവസ്ഥയായിരുന്നു. എങ്കിലും ക്ഷീണമെല്ലാം മാറി ബലപ്പെട്ടിരിക്കുന്നു. കുറെ പണം നഷ്ടമായി എന്നൊക്കെ പറയുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞത് അത് കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ അവരോട് പറഞ്ഞു, ഏതായിരുന്നാലും കർത്താവ് ഇട്ടിരിക്കുന്ന ആയുസ് നിങ്ങളെ ഇതുകൊണ്ട് അവസാനിപ്പിക്കാനല്ല. ഈ തന്നിരിക്കുന്ന ആയുസിൽ
നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാൻ ഒന്നേ ഉള്ളൂ. ആമേൻ. ദൈവത്തോടടുത്ത് ചെന്നാൽ നിങ്ങളുടേതായ പ്രശ്നത്തിന്, വിഷയത്തിന് അവൻ മറുപടി തരും എന്ന് ഹാലേലൂയ ഒന്ന് പറയാമെങ്കിൽ അത് അനേകരെ ദൈവത്തിലേക്ക് ആകർഷിക്കപ്പെടുവാൻ കാരണമായി തീരും. ദൈവത്തിന് സ്തോത്രം. രോഗിയായിരിക്കുമ്പോൾ, ക്ഷീണമായിരിക്കുമ്പോൾ, വേദനപ്പെടുമ്പോൾ, ഭാരപ്പെടുമ്പോൾ ആമേൻ ഹാലേലൂയ ആ സമയം നമ്മെ ഒന്ന് ആശ്വസിപ്പിക്കുവാനോ നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ വേദനകളെ പങ്കുവയ്ക്കുവാനോ ഒന്നും ആരെയും ഒരു പക്ഷേ കിട്ടിയെന്നിരിക്കില്ല. എന്നാൽ ആമേൻ ലഭിക്കുന്ന സമയം ഇതേപോലെയുള്ള സന്ദർഭങ്ങളിൽ ദൈവമക്കളുമായി ചേർന്ന് ദൈവവചനം പങ്കുവയ്ക്കുമ്പോൾ അവരുടെ ജീവിതത്തിലൊക്കെ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ മറ്റൊരാളുമായി സംസാരിച്ചപ്പോൾ എൻ്റെ കൊച്ചുമോളെ കുറിച്ച് പറയാനിടയായി തീർന്നു. ആമേൻ. അവള് ആന്ധ്രാപ്രദേശത്തിൽ അല്ലെങ്കിൽ വിശാഖപട്ടണത്ത് അപ്പോളോ ഹോസ്പിറ്റലിലെ ഒരു നേഴ്സാണ്, BSc നേഴ്സാണ്. അവള് ICUവിലാണ് വർക്ക് ചെയ്യുന്നത്. ആമേൻ. ചില പേഷ്യൻറ്റിൻ്റെ ആൾക്കാരൊക്കെ വന്നിച്ച് അവളെ അന്വേഷിച്ച് ആ സിസ്റ്റർ തന്നെ ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് തരണം അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് തരണം എന്ന് പേര് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പറഞ്ഞ് ആ ഡോക്ടറോട് റെക്കമെൻഡ് ചെയ്ത് അവര് അങ്ങനെ കൂട്ടിക്കൊണ്ട് പ്രൈസ് സ്തോത്രം അവരുടെ ട്രീറ്റ്മെന്റ് നടക്കുന്ന കാലഘട്ടത്തിൽ അവരങ്ങനെ വിളിച്ച് മോളെ അടുത്ത് നിർത്താറുണ്ട്. കാരണം മാനസാന്തരപ്പെട്ടൊരു പെൺകുട്ടിയാണ്. സുവിശേഷം പറയാൻ മടിയില്ലാത്ത, തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് ഘോരം ആമേൻ അനേക ജീവിതങ്ങളെ രക്ഷയിലേക്ക് വഴി നടത്തുവാൻ അവരുടെ പ്രസംഗം കാരണമായി തീർന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് തന്നെ പലരും ആമേൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആശുപത്രിയിൽ രോഗികളായിട്ട് വരുമ്പോൾ ആ പെൺകുഞ്ഞിനെ ചോദിച്ച് അവൾക്ക് അവൻ അവസരം കൊടുക്കണമെന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം അവളുടെ പരിചരണത്തിൽ അവർ വിടുതൽ പ്രാപിച്ച് കടന്നു പോകുന്നത് കാണുവാനിടയായി തീർന്നിട്ടുണ്ട്. രോഗിയായി വരുന്നവരെ ശുശ്രൂഷിക്കുക മാത്രമല്ല അവരോട് സുവിശേഷത്തിന്റെ മാറ്റമില്ലാത്ത സത്യങ്ങളെ വെളിപ്പെടുത്തുവാനിടയായിത്തീരും. എന്തിനു വേണ്ടി എന്നറിയാമോ? അവൾ അറിഞ്ഞ കാര്യമാ. അത് പറയുമ്പോൾ ചിലർ അംഗീകരിക്കും, ചിലർ നിഷേധിക്കും. നിഷേധിച്ചാൽ നിങ്ങൾക്ക് ആണ് ആവശ്യം, അംഗീകരിച്ചാൽ നിങ്ങൾക്കാണ് പ്രയോജനം. എത്രയും വേഗം സൗഖ്യത്തോടെ പോകണമെങ്കിൽ അംഗീകരിച്ച് വിശ്വസിച്ച് കർത്താവിന് വേണ്ടി നിൽക്കാമെന്ന് സമ്മതിക്കുക എന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന ഒരു മനോഭാവം അവൾക്കുണ്ട്. അവൻ ആ നിലകളിൽ ഇടപെടും. അത് ഹിന്ദി ആയിരുന്നാലും, ഇംഗ്ലീഷ് ആയിരുന്നാലും, കന്നഡയായിരുന്നാലും, തെലുങ്കായിരുന്നാലും, മലയാളം കുറച്ചറിയാം. അവൻ ഏത് ഭാഷയിലാണെങ്കിലും താൻ അവരോട് സംസാരിച്ച് അവരോട് അത് വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഒരു അനുഭവം ഉണ്ട് എന്നുള്ള വസ്തുത ഞാൻ ഓർപ്പിക്കട്ടെ. ആമേൻ. ഈ ലോകത്തിന് അനുരൂപരാകരുത്. ആമേൻ. ഇന്നത്തെ കാലഘട്ടം മാനസാന്തരപ്പെട്ടവരാണെങ്കിൽ തന്നെ ആമേൻ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസന്നിധിയിൽ നിന്ന് അനേകരെ ഈ ലോകത്തിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ അനുരൂപരായി ഈ ലോകത്തിന്റെ മോഹങ്ങളിൽപ്പെട്ട് ലോകത്തിന്റെ ഇച്ഛകളിൽ വീണിട്ട് ആമേൻ ഹല്ലേലൂയ അധപ്പതിച്ച ജീവിതത്തിന്റെ അനുഭവം, എന്നിട്ട് നിരാശരായി മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതാനുഭവം. എൻ്റെ സ്നേഹിതൻ ആശിഷ് ശശി കാണുന്നു. വളരെ നന്ദിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അങ്ങനെയുള്ള ജീവിത അനുഭവങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാതെ വരുന്നൊരു അനുഭവം. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഒരു കാലത്ത് നാം ലോകത്തിന് വേണ്ടി ഓടിയവരാണ്, ലോകത്തിന്റെ ഇച്ഛകളിൽ പെട്ടവരാണ്. അവൻ അവിടെ നിന്ന് മടുത്ത് മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് വന്നിട്ട് ആമേൻ ഇത് പിന്നെ അവിടുന്ന് പിന്മാറി പോകുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അന്ന് യേശുവിനെ രക്ഷകനായി അംഗീകരിച്ചപ്പോൾ ഉണ്ടായ സന്തോഷത്തിന്റെ ഏതെങ്കിലും ഒരു അംശം പിന്മാറി പോയിട്ട് ലഭിച്ചു എന്ന് ആർക്കെങ്കിലും പറയുവാൻ സാധിച്ചിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. പോയവരെല്ലാം നിരാശരായി തീർന്നിട്ടേ ഉള്ളൂ, പിന്മാറ്റക്കാരായി പോയിട്ടേ ഉള്ളൂ, മദ്യപാനികളായി പോയിട്ടേ ഉള്ളൂ. ആമേൻ. നിരാശരായി മനം മടുത്ത് മരിച്ചിട്ടേ ഉള്ളൂ. ഇന്ന് കാലഘട്ടം നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. എത്ര അനർത്ഥങ്ങളും അപകടങ്ങളുമാണ് ഉണ്ടായിക്കൊണ്ട് ഓരോ നിമിഷവും. ആമേൻ. പ്രഭാതത്തിൽ പത്രം കാണുമ്പോഴും, പ്രഭാതത്തിൽ ആമേൻ അല്ലാതെ ന്യൂസ് കാണുമ്പോൾ ആമേൻ ആ സമയമൊക്കെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് വളരെ വേദനയാണ് ഉണ്ടാകുന്നത്.
മനഃപൂർവ്വമായിട്ട് ചെന്ന് കയറുന്നത് പോലെ അപകടത്തിലേക്ക് ചെന്ന് വീഴുന്നത്. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചെന്ന് വീടില്ലെങ്കിലും തേടി വരുന്നതാ മരണം, അപകടം. ദൈവത്തിന് സ്തോത്രം. അതിലൊക്കെ പെട്ടുപോയിട്ട് നാം പിന്നെ വേദനിച്ചിട്ട് കാര്യമില്ല പ്രിയമുള്ളവരെ. നമുക്ക് സാധിക്കുന്നത് അതിനു മുമ്പ് നമ്മുടെ രക്ഷകനാകുന്ന കർത്താവിനായി ജീവിപ്പാൻ, നമ്മുടെ രക്ഷകനാകുന്ന കർത്താവിനായി നിലനിൽക്കുവാൻ നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന അവസരങ്ങളെ പാഴാക്കാതെ അതിനുവേണ്ടി നിൽക്കുവാൻ നാം ശ്രമിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള ദൈവത്തിന്റെ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണം. ആമേൻ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പൊ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ നാം മാനസാന്തരപ്പെടുമ്പോൾ തന്നെ ദൈവത്തിന്റെ പദ്ധതി നമ്മിലേക്ക് അത് വെളിപ്പെട്ട് വരുവാനിടയായിത്തീരും. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരെ പത്രോസിനെ വിളിച്ചപ്പോ പത്രോസിലൂടെ ഇന്നതൊക്കെ ചെയ്യാമെന്ന് ദൈവം പത്രോസിനോട് യേശു പറയാനിടയായി. പൗലൂസിനെ വിളി, ദൈവത്തിന് സ്തോത്രം. പൗലൂസ് യേശു കർത്താവിനും വചനത്തിനും ദൈവത്തിന്റെ ഭക്തന്മാർക്കും അന്നത്തെ സുവിശേഷകർക്കും അല്ലെങ്കിൽ അപ്പോസ്തലന്മാർക്കും എതിരായിട്ട് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കി, വലിയ നാശങ്ങളും നഷ്ടങ്ങളും വരുത്തി അനേകരെ കൊല്ലാൻ കൂട്ടുനിന്നവനാ. അവസാനം ഹല്ലേലൂയ, സ്തോത്രം, ആ പൗലോസിനെ തേടി വന്ന ആ സന്തോഷത്തിന്റെ അനുഭവം, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, അവൻ ദമസ്കോസിന്റെ പടിക്കൽ വെച്ച് ആ മാനസാന്തരത്തിലേക്ക് വീഴുവാൻ കർത്താവിനെയാക്കി തീർത്തു എന്നുള്ളതാ. എത്ര നാം ഓടിയാലും, എത്ര അകന്നു പോയാലും, എത്രയൊക്കെ നാം സ്വയം ഉയരാൻ ശ്രമിച്ചാലും ഇല്ല, നാം താഴെ വന്നേ മതിയാവൂ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഉയർച്ചയ്ക്കും ഇതിനുമെല്ലാം ഒരു അറുതി വരുന്ന ഒരു ദിവസമുണ്ടെന്നാ പറഞ്ഞത്. പലതും നേടാം, പലതും കഴിയും, പലതിനും സാധ്യമാകുമെന്ന് പേര് തന്റെ സമ്പത്തും തന്റെ അറിവും തന്റെ അനുയാരികളും അതേപോലെ തനിക്ക് ലഭിച്ചിരിക്കുന്ന അധികാരമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അനവധി ഓട്ടം ഓടിയ പൗലോസ്, ഹല്ലേലൂയ, ശൗല് അവസാനം പൗലോസ് എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, അവൻ ദൈവത്തിനും മനുഷ്യർക്കും പ്രസാദം വരുത്തുന്ന പ്രയോജനമുള്ളവനായ ഒരു അനുഭവത്തിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുവാൻ ദൈവത്തിന് തിരുവിഷ്ടം തോന്നിയെങ്കിൽ നാം എത്രമാത്രം ദൈവത്തെ വിട്ടോടി അകന്നു പോയാലും നിന്നെ മടക്കി കൂശുവിലം കിട്ട് കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള വസ്തുത നാം മറന്നുപോകരുത്. ഹല്ലേലൂയ. നമുക്കറിയാം, ദൈവത്തെ വിട്ടോടിയ, ദൈവ പ്രമാണങ്ങളെ വിട്ടോടിപ്പോയ മനുഷ്യയെ സംബന്ധിച്ച് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യ ദൈവത്തെ വിട്ട് അകന്നു പോയി കഴിഞ്ഞപ്പോൾ യഹോവയാകുന്ന ദൈവം അവനെ ഒരു ചൂണ്ടലിട്ടെന്നാ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആ ചൂണ്ടല് ചെന്ന് ഉടക്കിയത് അവന്റെ വായിലല്ല, അവന്റെ നണ്ടാമുള്ളിന് കൊളുത്തി അതിട്ട് വലിച്ച് അവനെ തൂക്കി എടുത്തു എന്നാ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. എത്രമാത്രം അഹങ്കരിച്ച് എത്രമാത്രം ഓടാം, എത്രമാത്രം എന്തെല്ലാം നേടാമെന്നൊക്കെ കണക്കുകൂട്ടിക്കൊണ്ട് യാത്ര ചെയ്താലും ഇല്ല, നിനക്കൊരവസാനമുണ്ട്, നിനക്കൊരറുതിയുണ്ട്, നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അത് അതേപടിയെ നടപ്പായി തീരുകയുള്ളൂ. അപ്പൊ പൂർണ്ണമായ ദൈവഹിതം എന്തെന്ന്, ദൈവത്തിന്റെ പ്രസാദമുള്ള, ദൈവത്തിന് ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ദൈവഹിതത്തെ കുറിച്ച് വെളിപ്പെട്ടി കിട്ടുന്നതായ നോഹയുടെ ജീവിതത്തെ കുറിച്ച് നമുക്ക്, യോനായുടെ ജീവിതം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലോചന, യോനായേ നിനവിലേക്ക് പോ. അവിടെ ഒരു കൂട്ടം ജനം നശിച്ചുകൊണ്ട് ഒരു ദേശം മുഴുവനും അല്ലെങ്കിൽ ഒരു രാജ്യം മുഴുവനും നശിക്കുക. അതുകൊണ്ട് നീ അവിടെ ചെന്ന് രക്ഷയെക്കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നിനവയെ കുറിച്ചും നിനവയിലെ ജനത്തിന്റെ അനുഭവത്തെ കുറിച്ചും യോനായ്ക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് യഹോവയാം ദൈവം ദേശം നശിപ്പിക്കാൻ പോകുന്നു, വലിയ അനർത്ഥം നിനക്ക് വരാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഹല്ലേലൂയ, ആ ജനം അനുദപിച്ച് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുമെന്നുള്ള വസ്തുത യോനയ്ക്ക് നിശ്ചയമുണ്ടായിരുന്നു. അതുകൊണ്ട് യോന പേടിച്ചു. കാരണം അനർത്ഥത്തെ കുറിച്ച് അവർക്ക് അരുളപ്പാട് കൊടുത്തിട്ട് ദൈവം തന്ന അരുളപ്പാടിനെ ഞാൻ പ്രസ്താവിക്കും, സമയമാകുമ്പോൾ അവരെല്ലാം മാനസാന്തരത്തിന് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് മടങ്ങി വരും, ഞാൻ പ്രസംഗിച്ച് കേൾപ്പിച്ചതായ അനർത്ഥം അവർക്ക് വരത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരെന്നെ
കൊന്നുകളയുമെന്ന് പേടിച്ച് യോന പോകാതെ തർസീസിലേക്ക് പോകാനിടയായത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിനവയിലേക്ക് നിന്നെ വിളിച്ചിരിക്കുന്ന നിനവയിലേക്ക് പോകാൻ അരുളപ്പാട് ലഭിച്ച നീ തർസീസിലേക്ക് പോയാലും യോനയെ ഹല്ലേലൂയ, എത്രമാത്രം നീ അകന്നു പോയോ അത്രമാത്രം ദൈവം നിന്നെ വിടുകയില്ല. നിന്നെക്കുറിച്ച് ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, നിലവയിൽ പ്രസംഗിക്കാൻ നിന്നെ ആവശ്യപ്പെട്ടെങ്കിൽ അവിടെ തന്നെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുന്ന ദൈവമാ ഹല്ലേലൂയ നിന്നെ വിളിച്ചത്. നമുക്കറിയാം, യോന പോയ ആ കപ്പല് തിരകളാൽ വളഞ്ഞു. അത് തകർന്നു പോകുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ചരക്കുകളെല്ലാം എടുത്ത് വെള്ളത്തിലെറിഞ്ഞു. അവസാനം അവര് എന്താ കാരണമെന്നറിയാൻ ഒരു കുറിയിട്ടു. ആരോ ഇതിനകത്തുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാ യോനയ്ക്ക് കുറി വീണു. യോനയെ കുറിച്ച് ചോദിച്ചു. ഞാനോ കടലും കരലും എല്ലാം നിർമ്മിച്ച സൃഷ്ടാവാൻ ദൈവത്തെ ഭജിച്ചു വരുന്നവനാണ്. അതുകൊണ്ട് എന്നെ കടലിലിടാമെങ്കിൽ തിരയാൽ അടങ്ങും. അതേപോലെ കടൽ ശാന്തമാകും. നിങ്ങൾക്ക് സുഖമായി യാത്ര ചെയ്യാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. യോനയുടെ സാക്ഷ്യവും യോനയുടെ അനുഭവവും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ യോനയുടെ സമ്മതത്തോടു കൂടെ തന്നെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഹല്ലേലൂയ. കടൽ ശാന്തമായി. അവരുടെ കപ്പലിന് കുഴപ്പം വരാതെ അവരാഗ്രഹിച്ച സ്ഥാനത്തെത്തി. എന്നാൽ ദൈവം ആഗ്രഹിച്ചെടുത്ത് യോനയും കൊണ്ടെത്തിച്ചു. 3 ദിനരാത്രങ്ങൾ യോന അനുഭവിച്ച വേദനകൾ നമുക്കറിയാം. കാലിൽ ചുട്ടുപൊള്ളുന്ന വേദനിക്കുന്ന അനുഭവമുള്ളൊരവസ്ഥയിൽ തിമിംഗലത്തിന്റെ കടലാനയുടെ വയറ്റിൽ യോന കിടക്കുന്ന ആ സന്ദർഭം ഒന്ന് ആലോചിച്ച്. ഹല്ലേലൂയ, സ്തോത്രം. 3-ാം നാൾ പ്രഭാതമായപ്പോൾ യോനയെ നിനവയുടെ കടൽക്കരയിൽ അവിടെ ഛർദ്ദിച്ചിടുവാനിടയായി. ഇവനെ വഹിച്ചു കൊണ്ടുപോകുന്ന കപ്പൽ പോലും തകരാൻ തുടങ്ങുക. ദൈവത്തെ വിട്ടോടുന്നവനെ നിന്നെ വഹിക്കുന്ന കപ്പലും, ദൈവത്തെ വിട്ടോടുന്നവനെ നിന്നെ കൂട്ടി നിർത്തുന്ന ഹല്ലേലൂയ ഭവനവും, ദൈവത്തെ വിട്ടോടുന്നവരെ നീ മുഖാന്തരം നിന്റെ കുടുംബവും അത് താറുമാറാകുമെന്നുള്ള വസ്തുത ഇന്ന് രാത്രികാലം ഓർക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്താ കാരണം? ദൈവമില്ലാത്ത പോക്ക്. ഇന്ന് മടങ്ങി വരാമെന്ന് നിനക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ദൈവവുമായിട്ടൊന്ന് സമ്മതിച്ച് ഒന്ന് ഏറ്റുപറയുമെങ്കിൽ ഹല്ലേലൂയ, ഒരു മടങ്ങി വരവിന് കർത്താവ് അവസരം തരും. ദൈവഗീത പിന്നെ തിരിച്ചറിഞ്ഞിട്ട് അതിനുവേണ്ടി നിൽക്കുവാൻ ഇന്ന് പകൽക്കാലം അതിനുവേണ്ടി ഒരുങ്ങുമോ ഈ സന്ധ്യയാമത്തിൽ? അങ്ങനെ ഒരുങ്ങിയാൽ ദൈവ സകലവിധ ആത്മീക അനുഗ്രഹങ്ങളെ കൊണ്ട് നിറയ്ക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്റെതൊന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാനാ പറഞ്ഞു. മനസ്സിനൊരു പുതുക്കം വേണം. രൂപാന്തരം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ രൂപാന്തരം പ്രാപിച്ചവൻ ആരും പിന്നെ ലോകത്തിലേക്ക് ഓടരുത്. അവരെല്ലാം ദൈവത്തിനായി തന്നെ നിൽക്കണം. ദൈവഹിതം എന്തെന്ന് ആലോചന ചോദിച്ചുകൊണ്ടേയിരിക്കണം. നമുക്കറിയാം ഹല്ലേലൂയ, പൗലോസിന്റെ ജീവിതത്തിൽ എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടായി. അവസാനം ഒരു കപ്പൽ യാത്ര നടത്തുന്നത് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അവിടെയും കപ്പൽ തകരാൻ തുടങ്ങുക പൗലോസ് കാരണമാണ്. കപ്പലിന്റെ പ്രമാണി പറഞ്ഞത് കപ്പലുടെയും കണിശമാണ്, ഈ ഒറ്റ കുഞ്ഞു പോലും രക്ഷപ്പെടും, ഇതെല്ലാം കൊന്നുകള. പൗലോസ് പറഞ്ഞു ഇല്ല, ആരെയും കൊല്ലരുത്, അവരെല്ലാം രക്ഷപ്പെടട്ടെ. ഹല്ലേലൂയ. പൗലോസ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ഒരു ദർശനം കണ്ടു. ദൈവത്തിലേക്ക് വന്നവൻ, ദൈവത്തിനായി നിൽക്കാൻ തീരുമാനിച്ചവനൊരു ദർശനം, ദൈവത്തിന്റെ ഒരു അരുളപ്പാട് എനിക്ക് കിട്ടി. പൗലോസേ, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്ന ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെടുകയില്ല, തകർന്നു പോകുകയില്ല, കപ്പല് തകരും. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഒരു പ്രാണന് പോലും ഹാനി വരത്തില്ല എന്ന് ഉറപ്പിച്ചു പറയാനിടയായിത്തു. പൗലൂസിന്റെ ആ വാക്ക് കേട്ട ആ കപ്പൽ യാത്രക്കാർ ഒന്നടങ്കമായിട്ട് വിശന്ന് പട്ടിണിയിരുന്ന ഭക്ഷിക്കാതെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവൻ പറഞ്ഞു, നിങ്ങൾ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക. ചില നാളുകളായല്ലോ ഭക്ഷണം കഴിച്ചു. ഒരു പ്രാണന് പോലും ഹാനി വരത്തില്ല. കപ്പലുടെയും പ്രിയമുള്ളവരെ, നീ ആശ്രയിച്ചത് പലതും തകരും. ഹല്ലേലൂയ. നിന്നെ പിടിച്ചു നിർത്തുമെന്നും കണ്ടത് പലതും തകരും.
പക്ഷെ നീ തകരത്തില്ല. നിന്നെക്കുറിച്ചൊരു ദൈവോദ്ദേശമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് നിശ്ചയമായിട്ടും കർത്താവ് അത് നിറവേറ്റി തരുമെന്നാ പറഞ്ഞ്. അതിനാ നിന്നെ വിളിച്ചത്, അതിനാ നിന്നെ തിരഞ്ഞെടുത്തത്, അതിനാ നിന്നെ ഒരുക്കിയത്, അതിനാ നിന്നെ നിലനിർത്തുന്നത്. ഇന്ന് പകൽക്കാലം ഹാലേലൂയ അവനു വേണ്ടി നിൽക്കുവാൻ തീരുമാനിക്കുന്ന ദൈവത്തിന്റെ മക്കൾ നിനക്കൊരു വെളിപ്പാട് തരാതിരിക്കില്ല, നിനക്കൊരു ദർശനം തരാതിരിക്കില്ല, നിന്നോട് സംസാരിക്കാതിരിക്കില്ല. അവൻ സംസാരിക്കുന്ന ദൈവമാണ്. പൗലോസിനോട് സംസാരിച്ചു. അവന്റെ കൂടെ പോയി ഒരുത്തർക്കും ഹാനി വന്നില്ല. പൗലൂസ് പറഞ്ഞ കപ്പലുടെയും നമുക്കറിയാം. ആ കപ്പല് തിരകളടിച്ചു, കാറ്റടിച്ചു. ഹാലേലൂയ കരയുണ്ടെന്ന് വിചാരിച്ചവര് നങ്കൂര വറുത്ത് കളഞ്ഞു. അണിയത്ത് അടിച്ചിരുന്നതായ അതിന്റെ കോപ്പുകളെല്ലാം അഴിച്ചുവിട്ടു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വന്നപ്പോൾ അത് ശീഘ്രം കടന്നുപോയി. രണ്ട് കരൾ ചേരുന്ന അവിടെ ചെന്ന് അതിന്റെ അമരം അടിഞ്ഞു, അണിയൻ തകർന്നു, കപ്പലുടഞ്ഞു. ഹാലേലൂയ. രക്ഷപ്പെടാവുന്നവരെ ചെറിയ പടകിൽ രക്ഷപ്പെടുക, അല്ലാത്തവരൊക്കെ കപ്പലിന്റെ പലകകളിൽ പിടിച്ച് നീന്താവുന്നവർ നീന്തി കയറ്. അല്ലാത്തവൻ കപ്പലിന്റെ ആ പലകകളിൽ ഓരോന്ന് പിടിച്ച് നീന്തി കരപറ്റാൻ പറഞ്ഞു. സകലരും ഒരു കുഞ്ഞു പോലും പ്രാണഹാനി വരാതെ കർത്താവ് കാത്തു. ഇന്ന് പകൽക്കാലം ദൈവഹിതം നിറവേറ്റുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്തു ചെന്നിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ നിനക്ക് ദൈവം ആലോചന തരും. ഇന്നത്തെ ആലോചന നീ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ ഒരുക്കമാണെങ്കിൽ ഒരു പുതിയ അനുഭവത്തിലേക്ക് നിന്നെ നടത്തുമെന്നുള്ള വസ്തുത മറന്നു പോകരുതേ പ്രിയമുള്ളവരെ. വഴിയൊരുക്കും അവൻ, ആഴികളിൽ വലം കൈ പിടിച്ചവൻ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുവേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി നല്ല ഓഹരി കരുതിയിട്ട് അവൻ അതിലൂടെ യാത്ര ചെയ്ത് അത് പ്രാപിച്ചെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവമായ കർത്താവ് ഇടപെടുത്തിട്ട് നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരു ചെറു സന്ദേശം ഈ സന്ധ്യയുടെ ആപത്തിൽ നൽകാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. തടസ്സം കൂടാതെ കേൾക്കുവാൻ മനസ്സ് കാണിച്ചവരോടൊക്കെ നന്ദി പറയുന്നു. കർത്താവിന്റെ കൃപ കൂട്ടിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.